ഹലോ, ഇന്നൊരു ഈവനിങ് സ്നാക്സാണ്. കാബേജാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കായാണ് എടുത്തിട്ടുള്ളത്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ടി കുറച്ചാണ് സ്ലൈസാക്കി അരിഞ്ഞ് മാറ്റി വെച്ചേക്കുന്നത്. ഇനി അത് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് കടലമാവാണ് എടുക്കുന്നത്. അപ്പോൾ അത് കടലമാവ് ആവശ്യത്തിനെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് ബൈൻഡ് ചെയ്തിട്ട് വേണമല്ലോ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തത്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് കടലമാവ് മിക്സിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഈ കാബേജ് തട്ടുകടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിച്ചിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് വീട്ടിലുണ്ടാക്കി നോക്കിയത്. എന്തായാലും അടിപൊളി ടേസ്റ്റായിരുന്നു. പെട്ടെന്ന് ഉണ്ടാക്കാനും നമുക്ക് പറ്റും. ഒരുപാട് സാധനങ്ങളും വേണ്ട, എന്നാൽ നല്ല അടിപൊളി സ്നാക്സുമാണ്. മഴയൊക്കെ പെയ്യുമ്പോൾ വൈകിട്ട് നമുക്ക് കട്ടൻ ചായയോ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റവും കൂടിയാണ്. അങ്ങനെ ഞാൻ കാബേജൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു 2 കായാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇത്രയും കാബേജ് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. നല്ല നമ്മുടെ തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കാം. നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കാം.